ശ്രീ കെ എം ആന്റണിയിലേക്കാണ്. ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ വരാൻ പോകുകയാണ്. ഇതുവരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ, അതുപോലെ ഈ ഇരകൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മുൻകൂർ ജാമ്യത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? നാളെ ഇപ്പൊ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാനുള്ളതിനെ സംബന്ധിച്ച് കോടതിയിൽ ശക്തമായ വാദം നടക്കും. രാഹുൽ മാങ്കൂട്ടത്തില് തെളിവുകൾ, അതായത് ഡിജിറ്റൽ എവിഡൻസും മറ്റ് കാര്യങ്ങളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ തമ്മിലുണ്ടായ സംഭാഷണവും അല്ലെങ്കിൽ ചാറ്റുകളും മറ്റുമൊക്കെ അവിടെ കോടതിയിൽ ഹാജരാക്കി വക്കീൽ മുഖാന്തരം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ശക്തമായ തെളിവുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ല ഇതുവരെയുള്ള ഈ 6 ദിവസത്തെ അന്വേഷണം കൊണ്ട് പോലീസിൽ ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ആ കുട്ടിയുടെ ഗർഭിണിയായിരുന്ന കാലഘട്ടത്തിലെ പരിശോധനകള്, അതിനുശേഷം ഗർഭചിത്രത്തിനായി പ്രേരിപ്പിച്ചു. ആ ഗർഭചിത്രം ശരിയായ രീതിയിലോ അല്ലെങ്കിൽ ശാസ്ത്രീയമായോ അല്ല നടന്നത്. അതിനുശേഷം ആ കുട്ടിക്കുണ്ടായ ആ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകള്, ഇതെല്ലാം തന്നെ തെളിവുകളാണ്. ഓരോ തെളിവുകളും നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പം മറ്റ് സാക്ഷികളുടെ മൊഴിയുണ്ട്, പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. അപ്പൊ അങ്ങനെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായ തെളിവുകൾ നാളെ ഹാജരാക്കും. നാളെ ഇന്നിപ്പോ മറ്റൊരു കേസും കൂടെ റിപ്പോർട്ടായിരിക്കുന്ന സാഹചര്യത്തില് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നില കുറച്ചുകൂടി പ്രതിരോധത്തിലാകുന്ന ഒരു അവസ്ഥയായിരിക്കും നാളെ ഉണ്ടാവുന്നത്. ശക്തമായ വാദങ്ങൾ കേൾക്കും കോടതി. പ്രൈമാവേശി ഒരു കേസ് ഉണ്ടാകാം എന്ന് പോലീസിന് അതിനുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് നാളെ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ മുൻകൂട്ടി പറയാൻ ഞാനതിന് തയ്യാറാവുന്നില്ല. കാരണം അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. എന്ത് തന്നെ ആയിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുന്നതും ഈ രീതിയിൽ ജാമ്യം കൊടുക്കാതിരിക്കാനോ ഉള്ള ഒരു കാരണമായി തന്നെ മാറും. കാരണം നാളെ ജാമ്യം കിട്ടുന്നില്ല എങ്കിൽ അയാൾ ഒളിവിൽ ഉള്ള വാസം തുടരേണ്ടി വരും. അപ്പം ഈ പറഞ്ഞ അയാളുടെ സ്വഭാവ രീതികള് അല്ലെങ്കിൽ രണ്ടാമത് വന്നിരിക്കുന്ന പരാതിക്ക് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്ന പക്ഷം നാളെ അതിന്റെ കോപ്പി കോടതിയിൽ ഹാജരാക്കുകയാണ് എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. കെ എം ആന്റണി, ഈ രണ്ടാമത്തെ പരാതിയിൽ വളരെ ഗുരുതരമായ ഒരു സംഗതി പറയുന്നുണ്ട്. ഒരു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ക്രിമിനൽ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്. ഈ ടെലിഗ്രാമിലേക്കാണ് ഈ സന്ദേശങ്ങൾ അത്രയും വരുന്നത്. ഈ ടെലിഗ്രാമിന്റെ സവിശേഷത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പെൺകുട്ടി അയച്ച മെസ്സേജും കൂടി ഡിലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ തനിക്കെതിരായ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്, വളരെ ക്രിമിനൽ മൈൻഡോടുകൂടിയാണ് ഈ പെൺകുട്ടിയെ സമീപിക്കുന്നതും വിവാഹാഭ്യർത്ഥന നടത്തുന്നതും ഇതുപോലെ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ വളരെ കൃത്യമായ ക്രിമിനൽ മൈൻഡ് സെറ്റ് കൂടി ഇവിടെ വെളിവാക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും ആ പറഞ്ഞത് തന്നെയാണ്. അതിന് മറ്റൊരു തീർച്ചയായിട്ടും അർത്ഥം എങ്ങാനും എന്റെ പേരിലൊരു പരാതി വരികയാണ്, കേസ് വരികയാണ് എങ്കിൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എന്നുള്ളതിന്റെ ഒരു കരുതൽ പോലെയാണ് അതിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. അപ്പൊ രണ്ടുപേർ തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ തെളിവുകൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും കരുതിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ തെളിവുകൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും കരുതിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കരുതി തന്നെയാണ്, അല്ലെങ്കിൽ സാമാന്യത്തിൽ അധികം ലോകപരിചയവും അറിവുമുള്ള വ്യക്തിയും തന്നെ നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവിനെ, അതും ഒരു ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ, അങ്ങനെ തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു, അല്ലെ കരുതണം. അതാണ് അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുവാനുള്ളത്.